നമസ്കാരം. പ്രധാന വാർത്തകൾ. DCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല ഏറ്റെടുത്ത് എൻ ശക്തൻ. പാലോട് രവിയുടേത് നല്ല ഉപദേശമെന്ന് ശക്തൻ. തിരുവനന്തപുരം DCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല ഏറ്റെടുത്ത് എൻ ശക്തൻ. 4 വർഷമായി ജില്ലയിൽ കോൺഗ്രസിന് ശക്തമായ അടിത്തറയുണ്ട്. എല്ലാ തലത്തിലും പാർട്ടി ശക്തമാണ്. ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും എൻ ശക്തൻ പ്രതികരിച്ചു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കും. കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടമാണ് വരാൻ പോകുന്നതെന്നും പാലോട് രവിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശക്തൻ പറഞ്ഞു. DCC പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തമാണ് പാലോട് രവി നിറവേറ്റിയത്. മനുഷ്യരല്ലേ, ചില വാക്കുകൾ വരാം. ശാസന രൂപത്തിൽ വന്ന നല്ല ഉപദേശമാണ് പാലോട് രവി നൽകിയതെന്നും ശക്തൻ കൂട്ടിച്ചേർത്തു. 500 മുടക്കിയാൽ 25 കോടി കീശയിൽ. വരവായി തിരുവോണം ബമ്പർ. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള തിരുവോണം ബമ്പർ ലോട്ടറിയുടെ ഈ വർഷത്തെ വിപണനം ആരംഭിച്ചു. 2 ദിവസമായി ആരംഭിച്ച വിൽപ്പനയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. 25 കോടി രൂപ ഒന്നാം സമ്മാനം ലഭിക്കുന്ന ഭാഗ്യക്കുറിയുടെ ഒരു ടിക്കറ്റിന്റെ വില 500 രൂപയാണ്. സെപ്റ്റംബർ 27-ന് ബമ്പറിന്റെ നറുക്കെടുപ്പ് നടക്കും. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്കും, മൂന്നാം സമ്മാനമായി 50 ലക്ഷം രൂപ വീതം 20 പേർക്കും, നാലാം സമ്മാനമായി 5 വീതം 10 പരമ്പരകൾക്കും, അഞ്ചാം സമ്മാനമായി 2 ലക്ഷം വീതം 10 പരമ്പരകൾക്കും നൽകുന്നു എന്നതാണ് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ വലിയ പ്രത്യേകത. കൂടാതെ 5000 മുതൽ 500 രൂപ വരെ സമ്മാനമായി നൽകുന്നുണ്ട്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം. വീണ്ടും നടപടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്തു. അസിസ്റ്റന്റ് സൂപ്രണ്ട് റിജോ ജോണിനെതിരെയാണ് നടപടി. ജയിൽ മേധാവി ADGP ബൽറാം കുമാർ ഉപാധ്യായാണ് സസ്പെൻഡ് ചെയ്തത്. അന്വേഷണ വിധേയമായി 3 ഉദ്യോഗസ്ഥരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. DPO രജീഷ്, APOമാരായ അഖിൽ, സഞ്ജയ് എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി DIG V ജയകുമാർ ഉത്തരവിട്ടു. ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്ന് ജയിൽ മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. NH66-ൽ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൽ വലിയ വിള്ളൽ. 50 മീറ്ററിലധികം നീളം. കനത്ത മഴയിൽ ചാവക്കാട് തിരുവത്ര അത്താണി ദേശീയപാത 66-ൽ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടു. ടാറിംഗ് പൂർത്തിയാക്കിയ ഭാഗത്താണ് ഏകദേശം 50 മീറ്ററിലധികം നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത്. രാവിലെ ഇതുവഴി നടക്കാനിറങ്ങിയ യുവാക്കളാണ് ആദ്യമായി വിള്ളൽ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വിള്ളൽ രൂപപ്പെട്ട ഭാഗത്ത് താൽക്കാലികമായി സിമന്റ് ഉപയോഗിച്ച് അടച്ചെങ്കിലും ശക്തമായ മഴയിൽ വിള്ളൽ വീണ്ടും പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. യാത്രാ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നതാണ് വിള്ളൽ. ഫോൺ വിളി വിവാദം അന്വേഷിക്കാൻ KPCC. തിരുവഞ്ചൂരിന് ചുമതല. ഫോൺ വിളി വിവാദം അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി KPCC. അന്വേഷണത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ചുമതല നൽകിയിരിക്കുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. ശബ്ദരേഖ പ്രചരിപ്പിച്ചതടക്കം അന്വേഷിക്കും. കോൺഗ്രസിനെ വെട്ടിലാക്കിയ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ പാലോട് രവി തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയായിരുന്നു. നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജി. LDF ഭരണം തുടരുമെന്നും കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നും പ്രാദേശിക കോൺഗ്രസ് നേതാവിനോട് രവി പറയുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടൽ. 3 ഭീകരരെ വധിച്ച സൈന്യം. പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് സൂചന. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിനടുത്തുള്ള ലിഡ്വാസിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യൻ സൈന്യത്തിന്റെ ചിനാർ കോർപ്പസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ നേരത്തെ ലിഡ്വാസിൽ സുരക്ഷാ സേന ഓപ്പറേഷൻ മഹാദേവ് ആരംഭിച്ചതായി പോസ്റ്റ് ചെയ്തിരുന്നു. ശ്രീനഗർ ജില്ലയിലെ ദാരയിലെ ലിഡ്വാസ് മേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായുള്ള തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ലഷ്കർ തോയ്ബ ഭീകരരാണ് കൊല്ലപ്പെട്ടതെന്ന് സൈന്യം അറിയിച്ചു. ദിവ്യ ദേശ്മുഖ് ലോക വനിതാ ചെസ് ചാമ്പ്യൻ. ചെസ് വനിതാ ലോകകപ്പിന്റെ ടൈ ബ്രേക്കിൽ മറ്റൊരു ഇന്ത്യൻ താരം കെനേരു ഹംപിയെ തോൽപ്പിച്ചാണ് 19-കാരിയായ ദിവ്യ ചാമ്പ്യനായത്. ഫൈനലിലെ 2ാം ക്ലാസിക്കൽ മത്സരവും സമനിലതായതോടെയാണ് കിരീട പോരാട്ടം ടൈ ബ്രേക്കറിലേക്ക് നീങ്ങിയത്. 2ാം മത്സരത്തിൽ വെള്ളക്കരുക്കളുമായാണ് ഹംപി കളിച്ചത്. 34 നീക്കത്തിനൊടുവിൽ ഹംപിയും ദിവ്യയും സമനില സമ്മതിച്ചു. 41 നീക്കത്തിന് ശേഷമായിരുന്നു ആദ്യ മത്സരം സമനിലയിലായത്. ഇരുവർക്കും ഓരോ പോയിന്റ് വീതത്തോടെയാണ് ടൈ ബ്രേക്കറിലേക്ക് കിരീട പോരാട്ടം നീണ്ടത്. റാപ്പിഡ് ബ്ലിറ്റ്സ് ഫോർമാറ്റുകളിലാണ് ടൈ ബ്രേക്കർ ഗെയിമുകൾ. ഓരോ നീക്കത്തിനും 10 സെക്കൻഡ് ഇൻക്രിമെന്റുള്ള 10 മിനിറ്റുള്ള 2 റാപ്പിഡ് ഗെയിമായിരുന്നു ആദ്യം. ഹംപിയോ ദിവ്യയോ ആര് ജയിച്ചാലും ഇന്ത്യക്ക് ആദ്യ വനിതാ ലോകകപ്പ് ചാമ്പ്യൻ ഉറപ്പായിരുന്നു. ജേതാവിന് 41 ലക്ഷം രൂപയും 2ാം സ്ഥാനക്കാരിക്ക് 29 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുക. റോഡിലേക്ക് വീണ മരം മുറിക്കുന്നതിനിടെ വനംവകുപ്പ് EDC അംഗത്തിന് ദാരുണാന്ത്യം. തൃശൂർ ചിമ്മിനിയിലാണ് സംഭവം. എച്ചിപ്പാറ ചക്കുങ്ങൽ അബ്ദുൽ ഖാദറാണ് മരിച്ചത്. വൈദ്യുത കമ്പികൾക്ക് മുകളിൽ വീണ മരം മുറിച്ചു മാറ്റുന്നതിനിടെ മരച്ചില്ല തലയിലിടിച്ചാണ് മരിച്ചത്.
സംഭവത്തെ തുടർന്ന് മരിച്ചയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് വനം KSEB ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. സർക്കാരിന്റെ ഇരു വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ടാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടതെന്നും ഇതിന് സർക്കാർ തന്നെ പരിഹാരം കാണണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ചേർത്തല പള്ളിപ്പുറത്ത് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ വീട്ടമ്മയുടേതാണ് ശരീരാവശിഷ്ടങ്ങളെന്നാണ് സംശയം. ആൾതാമസമില്ലാത്ത വീടിന്റെ സമീപത്ത് നിന്നാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കാണാതായ കോട്ടുമുറി സ്വദേശി ജൈനമ്മയുടേതാണെന്നാണ് പോലീസിന്റെ സംശയം. ഡിസംബർ 23-നാണ് ജൈനമ്മയെ കാണാതായത്. ഏറ്റവും ഒടുവിൽ ജൈനമ്മയുടെ ഫോൺ ഓണായത് ചേർത്തല പള്ളിപ്പുറത്താണ്. ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലെ അന്വേഷണത്തിലാണ് ഇവിടെ പരിശോധന നടത്തിയത്. സെബാസ്റ്റ്യൻ എന്ന ആളുടേതാണ് ഈ സ്ഥലം. ഇവിടെ കുഴിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ ആരോപണ വിധേയനാണ് സെബാസ്റ്റ്യൻ. ശബരിമല വിവാദത്തെ തുടർന്ന് MR അജിത് കുമാറിന് പോലീസിൽ നിന്ന് മാറ്റം. എക്സൈസ് കമ്മീഷണറായിട്ടാണ് പുതിയ നിയമനം. നിലവിലെ എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ് അവധിയിൽ പ്രവേശിച്ചിരുന്നു. ബറ്റാലിയനിൽ നിന്ന് മാറ്റിയ കാര്യം സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്ര വിവാദത്തിലായിരുന്നു. വിഷയത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. MR അജിത് കുമാർ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചെന്നായിരുന്നു റിപ്പോർട്ട്.